സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ കെ ബാബുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ കെ ബാബുവിന്റെ പേരിലുള്ള 25.82 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. 2007 ജൂലൈ മുതൽ 2016 മെയ് വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം. മന്ത്രിയായിരുന്ന കാലയളവിൽ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇത്തരത്തിൽ 25.82 ലക്ഷം രൂപ സമ്പാദിച്ചിരുന്നതായും വിജിലൻസ് കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കേന്ദ്രം മുന്നോട്ട് വെച്ച തിരിച്ചടവ് വ്യവസ്ഥയിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കെയാണ് തീരുമാനം. 818 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ അനുവദിക്കുന്നത്. തുറമുഖമുണ്ടാക്കുന്ന ലാഭം കൂടി കണക്കിലെടുത്ത് പലിശ സഹിതം വായ്പ തിരിച്ചടക്കണമെന്നാണ് നിർദ്ദേശം. വായ്പാ വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം കേന്ദ്രം തള്ളിയിരുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പട്ടിക്കാട് ജാമിയ നുരിയ കോളേജിന്റെ കീഴിൽ സർവകലാശാല സ്ഥാപിക്കുവാനാണ് തീരുമാനം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ജാമിയ നുരിയയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. നേരത്തെ സമസ്ത AP വിഭാഗവും സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുവാനാണ് സമസ്ത AP വിഭാഗത്തിന്റെ തീരുമാനം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ MP വീണ്ടും നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിനായി ഏപ്രിൽ 8 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. മുൻപ് 2 തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും MP ഹാജരായിരുന്നില്ല. പാർലമെന്റ് ചേരുന്നതും പാർട്ടി കോൺഗ്രസ് നടത്തുന്നതും പരിഗണിച്ച് ED സാവകാശം അനുവദിക്കുകയായിരുന്നു. കെ രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അന്തിമ കുറ്റപത്രം സമർപ്പിക്കുക. ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ കേസിൽ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. നോബിക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. നോബി പിന്തുടർന്ന് ഷൈനിയെയും മക്കളെയും മാനസികമായി പീഡിപ്പിച്ചു. മരിക്കുന്നതിന്റെ തലേദിവസം നോബി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യക്ക് പ്രേരണമായതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കുഞ്ഞ് ജനിച്ചതിന്റെ ആഘോഷത്തിൽ ലഹരി പാർട്ടി. കൊല്ലം പത്തനാപുരത്ത് തിരുവനന്തപുരം സ്വദേശികളായ 4 പേർ എക്സൈസിന്റെ പിടിയിലായി. തിരുവനന്തപുരം കടിഞ്ഞാക്കുളം സ്വദേശി ബിബിൻ, മണക്കാട് സ്വദേശി വിവേക്, പൊയ്യാട് സ്വദേശി കിരൺ, കണ്ണമൂല സ്വദേശി ടെർബിൻ എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ പൊയ്യാട് സ്വദേശി കിരണിന് കുഞ്ഞ് ജനിച്ചതിന്റെ ലഹരി പാർട്ടിയാണ് നടത്തിയത്. 460 മില്ലിഗ്രാം MDMA, 22 ഗ്രാം കഞ്ചാവ്, 10 സിറഞ്ചുകൾ, ഡിജിറ്റൽ ത്രാസ് എന്നിവയും പോലീസ് കണ്ടെടുത്തു. DCC അധ്യക്ഷന്മാർക്ക് മത്സരവിലക്ക്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകുന്നതിൽ നിന്ന് വിലക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും മുഖ്യ ചുമതല DCC അധ്യക്ഷന്മാർക്കാണെന്നാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായം. മുസ്ലിമുകൾക്കെതിരെ വീണ്ടും വിദ്വേഷ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതമായിരിക്കും. എന്നാൽ 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരായിരിക്കില്ല എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് യോഗി വിദ്വേഷ പരാമർശം നടത്തിയത്. കരിങ്കടലും ഊർജ്ജ മേഖലകളും ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ റഷ്യ-യുക്രൈൻ ധാരണ. US-ന്റെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. വെടിനിർത്തലിന് 30 ദിവസത്തേക്കാണ് പ്രാബല്യം.